ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 7-ാം അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം 29-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ജരാമരണമോക്ഷായ മാമാശ്രിത്യ യതന്തി തേഭ്യം തദ്വിധു കൃഷ്ണം അധ്യാത്മം കർമ്മ ചാഖിലം. മലയാളം: ജരാമൃതി വെടിഞ്ഞിടാൻ ആരിതെന്നെ ഭജിച്ചിടും, ബ്രഹ്മജ്ഞരാത്മവിദ്തെല്ലാം കർമ്മജാലമറിഞ്ഞവർ. യേ ജരാമരണമോക്ഷായ, ആരാണോ ജരാമരണ വിമുക്തിക്കായി ആഗ്രഹിക്കുന്നത്, മാമാശ്രിത്യ, എന്നെ ആശ്രയിച്ച്, യതന്തി, പ്രയത്നം ചെയ്യുന്നത്. ജരാമരണ വിമുക്തിക്കായി എന്നെ ഭജിച്ച് പ്രയത്നം ചെയ്യുന്നത് ആരാണോ, തേ തദ് ബ്രഹ്മ, അവർ ആ ബ്രഹ്മത്തെയും, കൃഷ്ണം അധ്യാത്മം, എല്ലാ അധ്യാത്മരഹസ്യത്തെയും, അഖിലം കർമ്മച വിദുഹു, മുഴുവൻ കർമ്മത്തെയും അറിയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഒരു ചെറിയ സംശയം വന്നത്, പുണ്യകർമ്മങ്ങൾ വഴി പാപവാസനകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കി ദൃഢചിത്തതയോടുകൂടി അന്യചിന്തയില്ലാതെ ആത്മധ്യാനം ചെയ്യുന്നവൻ സമർത്ഥനായി ഭവിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഭജിക്കുന്നത് കൊണ്ട്, ദൃഢചിത്തനായി പരമാത്മാവിനെ ഭജനം ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള പാപം നീക്കി ശുദ്ധമാക്കി ആത്മധ്യാനം ചെയ്യുക എന്നാണ് പറഞ്ഞത്. അതെന്തിനാണ്? ജരാമരണങ്ങളിൽ നിന്ന് മുക്തി കിട്ടാനാണ്. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? വാർദ്ധക്യം വേണ്ട. വാർദ്ധക്യത്തിലാണ് പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. സത്യമായിട്ടും 60 വയസ്സ് കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഓരോരോ ചെറിയ ചെറിയ അസുഖങ്ങളായിട്ട് തുടങ്ങുക. പിന്നെ നമ്മൾക്ക് നമ്മുടെ ചിന്താഗതിയെ മാറുന്നു. അതുവരെയുള്ള സുഖങ്ങളും എല്ലാം മാറി ദുഃഖങ്ങളുടെ ഒരു കൂടാരമാണ്. പിന്നെ ദുഃഖങ്ങൾ മാത്രമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതില്ലായിരുന്നെങ്കിലോ കുറച്ച് കാലം കൂടെയൊക്കെ സുഖമായിട്ട് ജീവിക്കായിരുന്നു. വയസ്സാവുമ്പോഴാണ് പ്രശ്നമല്ലേ. കൈ വിളിക്കുന്നിടത്തേക്ക് വരുന്നില്ല, കാല് നമ്മൾ വിളിക്കുന്നിടത്തേക്ക് വരുന്നില്ല, കണ്ണ് കുറച്ച് പ്രശ്നമുണ്ട്, ചെവി കുറച്ച് പ്രശ്നമുണ്ട്. ഓരോരോ അവയവങ്ങളായിട്ട് പണിമുടക്ക് ആരംഭിക്കുകയാണ്. അപ്പം നമ്മളാകെ പെട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ചികിത്സയോട് ചികിത്സയാണ്. ഓരോ അവയവത്തിന് വേണ്ടിയിട്ടും നമ്മൾ ചികിത്സിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ ശരിയാവുമോ? മുഴുവനൊന്നും ശരിയാവില്ല, കുറേയൊക്കെ ശരിയാവും. എന്തായാലും ഇതെല്ലാം ഒരു ദിവസം നിന്നേ പറ്റൂ. എല്ലാ പ്രവർത്തനങ്ങളും ഫുൾ സ്റ്റോപ്പായേ പറ്റുള്ളൂ അല്ലേ. അപ്പം ഈ ജനനവും മരണവും ഒക്കെ ജനനം എന്നല്ല, ജരയും മരണമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ അതെല്ലാം ദുഃഖഹേതുക്കളാണ്. അതാണ് പ്രശ്നം. അതിൽ നിന്ന് മുക്തി കിട്ടണമെങ്കിൽ വഴിയൊക്കെ ഉണ്ട്. എന്താണ്? ദേഹോഹം ബുദ്ധി ഇല്ലാതാവണം. ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിനാണ് നേരത്തെ പറഞ്ഞ ദൃഢചിത്തതയോടെ ആത്മധ്യാനം ചെയ്യുന്നത്. അപ്പോൾ ദേഹത്തിൻ്റെ എല്ലാ വികാരങ്ങളും, നമ്മളുടെ ദേഹത്തിന് സംഭവിക്കുന്ന എല്ലാ വികാരങ്ങളുമാണ് അവിടെ ജരാമരണങ്ങൾ എന്നുള്ളത് സൂചിപ്പിച്ചത്. അപ്പോൾ ലോകത്തിൻ്റെ ഒരു നാശം മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നശ്വരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കർമ്മഫലങ്ങളൊക്കെ അവസാനിപ്പിക്കണമല്ലോ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഇതാണ്. എന്താണ്? വാർദ്ധക്യം വരരുത്, ജരാനര വരരുത്. മനസ്സിലാക്കിയാൽ മതി. എന്താണ് അവർക്ക്? ഈ പ്രപഞ്ചമാണ്. ആരാണ്? എല്ലാവരും ഭഗവാനെയാണ് ഭജിക്കുന്നത്, എന്നെ ആശ്രയിക്കുന്നു എന്നാണ്. അവർക്ക് ഈ പ്രപഞ്ചമാണ് ആത്മചൈതന്യം എന്ന് മനസ്സിലാവാൻ ഉള്ള കഴിവുണ്ടാവണം. ആത്മചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലുമുള്ളത്. അപ്പം ഞാനും പ്രപഞ്ചവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ എന്നെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാർ ഈ ജരയും മരണമൊക്കെ ഒരു പുല്ലുപോലെ, അത് സാധാരണ ദേഹത്തിന് സംഭവിക്കുന്ന ചില മാറ്റങ്ങളാണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ളവർക്ക് എന്താണ്? എല്ലാ അധ്യാത്മ രഹസ്യത്തെയും മനസ്സിലാക്കാം. മുഴുവൻ കർമ്മത്തെ എന്നാണ്. അഖിലം കർമ്മച്ച വിദുഹു എന്നാണ്. എല്ലാ പ്രവൃത്തികളും മനസ്സിലാക്കാം.
ലൗകികതയിൽ നിന്നൊക്കെ വിട്ട് എനിക്ക് ഭഗവാനെ അറിഞ്ഞാൽ മതി. ഇത്രയും കാലം ഞാൻ എൻ്റെ സുഖജീവിതങ്ങളായിരുന്നു, സുഖവും ദുഃഖവും കലർന്ന ജീവിതങ്ങളിലെ ഓരോ കാര്യങ്ങൾക്കുമുള്ള ആഗ്രഹം അതറിയാനുള്ള തിടുക്കത്തിലായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്നെല്ലാം വിട്ടു. എനിക്ക് എന്തുമാത്രം അറിഞ്ഞാൽ മതി? ഭഗവാനെ അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നാം ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കും. പക്ഷേ ചില ആൾക്കാർ വീണ്ടും, സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ചില ആൾക്കാർ വീണ്ടും എന്ത് ചെയ്യുന്നു? അത്രയ്ക്ക് അങ്ങോട്ട് ഭഗവാനോട് അടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും തനിക്കിഷ്ടപ്പെട്ട ഉപാസനാമൂർത്തിയെ വീണ്ടും വീണ്ടും ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കാര്യസാധ്യത്തിന് ഒരു ഉപാസനാമൂർത്തിയെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല? നമുക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. പരമാത്മാവിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വീണ്ടും എന്ത് വരും? ഈ വാർദ്ധക്യവും മരണവും എല്ലാം എല്ലാവർക്കും വരും. അവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവില്ല. അതിനുവേണ്ടി വീണ്ടും വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഓരോ അവയവങ്ങൾ റിപ്പയർ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതൊന്നും ഞാനല്ല, ദേഹം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ദൃഢചിത്തതയോടെ ഭഗവാനെ, പരമാത്മാവിനെ ഭജനം ചെയ്യുന്ന ആൾ, അതായത് ആത്മസ്വരൂപത്തെ ധ്യാനിക്കുന്ന ഒരു സാധകൻ താൻ ആത്മാവാണ് എന്ന സത്യം മനസ്സിലാക്കുന്നു. ആത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം തന്നെയാണ്. ഏതൊരു പരമ്പൊരുളാണോ എന്നിൽ ആത്മാവായി വിളങ്ങുന്നത് അത് തന്നെയാണ് എല്ലാവരിലും വിളങ്ങുന്ന ബ്രഹ്മം എന്ന സത്യം മനസ്സിലാക്കുന്നു. അവർ ബ്രഹ്മത്തെ അറിയുന്നു. തേ ബ്രഹ്മഃ തദ്വിദുഃ. അതാണ് അവിടെ രണ്ടാമത്തെ വരിയിൽ പറഞ്ഞ സെൻറ്റൻസ്. അവർ ബ്രഹ്മത്തെ അറിയുന്നു. അപ്പം അങ്ങനെ അറിഞ്ഞ ആൾ, ഇപ്പം അധ്യാത്മം എന്ന് പറയുമ്പോൾ ബുദ്ധിമണ്ഡലത്തെ, മനോബുദ്ധി മണ്ഡലത്തെ ആശ്രയിച്ചത് എന്നാണ് അർത്ഥം. അപ്പോൾ ലോകമനഃശാസ്ത്രം മുഴുവനായിട്ടും അറിയുന്നവരും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവരുമാണ് ആര്? ബ്രഹ്മജ്ഞാനികൾ. അവരെ സിദ്ധപുരുഷന്മാർ എന്നാണ് വിളിക്കുന്നത്. അവർ കർമ്മരഹസ്യത്തെ അറിയുന്നു എന്നാണ്. അപ്പം ഈശ്വര ഇച്ഛ അനുസരിച്ച്, ഭഗവാന്റെ ഇച്ഛയാണ് നമ്മൾ എന്ത് ചെയ്താലും, എന്ത് പ്രവൃത്തി നമ്മൾ ചെയ്താലും അത് ഭഗവാൻ നമ്മെക്കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ഈശ്വരൻ്റെ ഇച്ഛയാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന മഹാത്മാക്കൾക്ക് ശരിയായ രീതിയിൽ ലോകസേവ ചെയ്യാൻ സാധിക്കും. അതിൽ പ്രയോജനം അല്ലെങ്കിൽ നേട്ടം കൈവരിക്കാനും സാധിക്കും. ഇനി അടുത്ത ശ്ലോകം, 30ാമത്തെ ശ്ലോകം. അതിൽ വീണ്ടും എന്തിനും കഴിവുള്ളവനാണ് ബ്രഹ്മജ്ഞാനി എന്ന് പ്രഖ്യാപിക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. ഓക്കെ. സാധിബോധാധിദൈവം മാം സാധിയജ്ഞം ച യേ വിദു പ്രയാണകാലേപി ച മാം തേ വിദ്യുരുക്തചേതസ. വിദ്യുഃ ഉക്തചേതസഃ. മലയാളം: അധിബോധാധിദൈവങ്ങൾ അതിയജ്ഞങ്ങൾ ഈ വഴി അറിയും യുക്തചിത്തന്മാർ അറിയും ഹൃദി തന്നിലും. സാധിബോധാധിദൈവം, അധിബോധം അധിദൈവം, രണ്ട് വാക്കുകളാണ്. ഇവയോട് കൂടിയവനാണ് ഞാൻ എന്ന് അറിയുന്നവൾ. സാധിയജ്ഞം ച, അധിയജ്ഞത്തോടു കൂടിയവനാണ് ഞാൻ. മാം യേ വിദുഃ, ഇപ്രകാരത്തിൽ എന്നെ ആരാണോ അറിയുന്നത്, യുക്തം ചേതസഃ തേ, സമാഹിത ചിത്തരായ അവർ, പ്രയാണകാലേ അപീച്ച, മരണസമയത്ത് പോലും, മാം വിദുഃ, എന്നെ അറിയുന്നു. 2-3 പുതിയ വാക്കുകളാണ് ഇവിടെ പറഞ്ഞത്. സാധിബോധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയ വികാര വിചാര രൂപത്തിലുള്ള ജഗത്താണ്, അതിനെ സംബന്ധിച്ചതാണ്. ഈ 3 വാക്കുകളും അടുത്ത അധ്യായത്തിൽ വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ചുരുക്കിയാണ് പറയുന്നത്. സാധിദൈവൻ, അധിദൈവത്തോടു കൂടിയവൻ. അധിദൈവം എന്ന് പറയുമ്പോൾ ദേവന്മാർ, അതായത് ഇന്ദ്രിയ മനോബുദ്ധികളെ സംബന്ധിച്ചതാണ്. ഇനി സാധിയജ്ഞൻ, അധിയജ്ഞത്തോടു കൂടിയവനാണ്. യജ്ഞത്തെ, അതായത് ജീവിതത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും കർമ്മത്തിൻ്റെ ഗതിയെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ വസ്തുക്കളെപ്പറ്റി, അതാണ് അധിബോധം. ഇന്ദ്രിയ മനോബുദ്ധികളെക്കുറിച്ച്, അതാണ് അധിദൈവം. അത് സഫലമായി തീരുന്ന സാഹചര്യത്തെക്കുറിച്ച്, അതാണ് അധിയജ്ഞം. ഇവയെല്ലാം നന്നായിട്ട് അറിയുന്നവരാണ് ആര്? ബ്രഹ്മജ്ഞാനി.
അങ്ങനെ വ്യക്തമാക്കുകയാണ് ആരാണ് ബ്രഹ്മജ്ഞാനി എന്ന് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും എന്നെപ്പറ്റി ഞാൻ ഇതെല്ലാമാണ് എന്ന് അറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ അറിയുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം മരണം ശരീരത്തിൻ്റെ ഒരു നിശ്ചലാവസ്ഥ അല്ലേ? ഇത്രയും കാലം നമ്മൾ ജീവിച്ചു, നമ്മൾ ആ ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പണിമുടക്കുന്ന അവയവങ്ങളെ ഓരോന്നിനെ നമ്മൾ റിപ്പയർ ചെയ്യും. ഒരു മെഷീൻ എത്ര റിപ്പയർ ചെയ്താലും ചിലപ്പോൾ വീണ്ടും എത്രയോ കാലപ്പഴക്കം വന്നു കഴിഞ്ഞു അല്ലേ? വയസ്സായി എന്ന് പറയുമ്പം 60-70 എത്തുമ്പോഴേക്കും എത്രയോ കാലപ്പഴക്കമായി. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് 60 കൊല്ലം 65 കൊല്ലം 70 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ആ മെഷീൻ കാലപ്പഴക്കം വന്നു. ഓരോ പാർട്സായിട്ട് നമ്മൾ ഏത് മെഷീനും അങ്ങനെ തന്നെയല്ലേ? ഒരു പാർട്ട് കേടുവരണു. ഇപ്പോൾ മിക്സി എടുക്കുന്നു, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഗ്രൈൻഡർ ഏതെടുത്താലും അതിൻ്റെ ഓരോരോ പാർട്ടുകൾ കേടുവരുന്നു. കണ്ടൻസർ മാറ്റുന്നു, മോട്ടർ മാറ്റുന്നു, അതിൻ്റെ ബ്ലേഡ് മാറ്റുന്നു, അടപ്പ് മാറ്റുന്നു, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ അവയവങ്ങളും അങ്ങനെ തന്നെയാണ്, അങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ മാറ്റി നമ്മൾ എടുക്കുന്നത് ഇതെല്ലാം ഞാനാണ്. അതായത് ഇതിനെല്ലാറ്റിനും അതിഭൂതം അതിദൈവം ഇവയോട് കൂടിയവനായ എന്നെ ആരാണ് അറിയുന്നത് അവർ മരണസമയത്ത് ഇതെല്ലാം മാറ്റിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. ശരീരം ഒരു കൊഴിഞ്ഞുപോക്കാണ് നമ്മുടെ മരണം ശരീരത്തിൻ്റെ ഒരു കൊഴിഞ്ഞുപോക്കാണ്. അത് മനസ്സിലാക്കണം. അപ്പം ധ്യാനനിഷ്ഠ കൊണ്ട് ബ്രഹ്മജ്ഞാനം നേടുന്നവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരെയാണ് ബ്രഹ്മജ്ഞൻ എന്ന് വിളിക്കുന്നതെന്ന് ഒന്നും കൂടെ ഉറപ്പിച്ചു. അപ്പം അങ്ങനെ നമ്മൾ ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ ഭഗവാന്റെ അപരാപ്രകൃതി പരാപ്രകൃതി ഇതെല്ലാം പറഞ്ഞ് ആദ്യ ശ്ലോകങ്ങളിൽ പറഞ്ഞു. അവയുടെ കൂടിച്ചേരൽ അല്ലെങ്കിൽ അവയുടെ സമ്മേളനമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞു. ഇനി പരമാത്മാവ് തന്നെയാണ് ഈ ജഗത്ത് സൃഷ്ടിക്കുന്നത്, നിലനിർത്തുന്നത്, പരമാത്മാവിൽ തന്നെയാണ് ലയിക്കുന്നതെന്ന് ഈ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു. ഈ അധ്യായത്തിൻ്റെ ഒരു ചുരുക്കമാണ്. ഈശ്വരഭജനയിൽ നമ്മൾ 4 തരം ആൾക്കാരെ കാണുന്നു. ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. അതിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജ്ഞാനിയാണെന്ന് പറഞ്ഞു. രാഗദ്വേഷങ്ങളിൽ മുഴുകുന്നതുകൊണ്ടാണ്, ലൗകികതയിൽ മുഴുകുന്നതുകൊണ്ടാണ് ഈ രാഗദ്വേഷങ്ങൾ വരുന്നത്. കാമനകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ അറിയണം. ഭഗവാനെ അറിയണമെങ്കിൽ എന്ത് വേണം? ചിത്തശുദ്ധി അത്യാവശ്യമാണ്. ചിത്തശുദ്ധി കൈവന്ന ആൾക്ക് മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മനസ്സ് ക്ലിയറാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, എന്നാലും അത് ചെയ്തേ പറ്റൂ. ഭഗവാനെ അറിയുന്നവർ കൂടെ തന്നെ അനുഭവിക്കും കൂടെ വേണം. ജ്ഞാനവിജ്ഞാന യോഗമാണ്. ഏത് കാര്യത്തിനെക്കുറിച്ചും അറിവ് നേടിക്കഴിഞ്ഞാൽ അതിനെ അനുഭവിക്കണം. അനുഭവിച്ചു കഴിഞ്ഞാൽ അത് വിജ്ഞാനമായിട്ട് മാറും. അപ്പോൾ ഈ ഇഷ്ടദേവതാ ഉപാസനകളിലൊന്നും നമുക്ക് ഇഷ്ടദൈവങ്ങളെ ഉപാസിക്കാം, പക്ഷേ അതിലൊന്നും ചിത്തശുദ്ധി വളരെയധികം പ്രധാനമല്ല. പക്ഷെ ഭഗവാനെ പരമാത്മാവിനെ അറിയുന്നതിൽ അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭഗവാനെക്കുറിച്ച് ചെറുതായിട്ട് അറിഞ്ഞു തുടങ്ങിയാൽ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. ആ ആനന്ദം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മറ്റെല്ലാറ്റിൽ നിന്നും ഒരു വിടുതൽ വേണം, അല്ലെങ്കിൽ എനിക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ള ഒരാഗ്രഹം വരും. അങ്ങനെ ഭഗവാനിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാനായിട്ട് സാധിക്കും. അവസാനം ജ്ഞാനിയായിട്ട് മാറും, അല്ലെങ്കിൽ ധ്യാനനിഷ്ഠനായിട്ട് മാറും. പരമാത്മാവും ഞാനും ഒന്ന് തന്നെയാണ്, ഞാൻ തന്നെയാണ് പ്രപഞ്ചം, പ്രപഞ്ചം തന്നെയാണ് ഞാൻ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും. എന്നെ അറിയുന്നവർ എല്ലാം അറിയുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ. അപ്പോൾ അവസാനത്തെ 2 ശ്ലോകങ്ങൾ ശരിക്കും അടുത്ത അധ്യായത്തിലാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. എന്നാലും വിശദമായിട്ട് പറയുന്നത് അടുത്ത അധ്യായത്തിലാണെങ്കിലും കൂടെ ഈ അധ്യായത്തിൽ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഭഗവാൻ. അതായത് നമ്മളെല്ലാവരും തന്നെ ഭഗവാനെ, ഇതെല്ലാം കൂടിയതാണ് ഭഗവാൻ. അതിഭൂതം അതിദൈവം അധിയജ്ഞം ഇതെല്ലാം ത്തിനോടും കൂടിയതാണ് ഭഗവാൻ എന്നുള്ള തത്വം മനസ്സിലാക്കിയേ പറ്റൂ. അത് മനസ്സിലാക്കി തരികയാണ്, അത് പ്രഖ്യാപിക്കുകയാണ്. ഇനി അടുത്ത അധ്യായം അടുത്ത ദിവസം വായിക്കാം.
ഓം തത് സത് ഇതി ശ്രീമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാനയോഗോ നാമ സപ്തമോധ്യായഃ. അസ്മിൻ പരാത്മന്നനുപാദ്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാതാലയ വാസവിഷ്ണോ.